ഗോപാല, Telex message from New York, sir. Very good. Mr. Sharma, Axman Exporting Company, Mr. Prabhu. Yeah, on 17th. Yes? Mr. Fernandez. Mr. Prabhu is arriving on 17th. Yeah, evening flight. Yeah, just now. Mr. Prabhu, have you got the message? Huh? Yeah. Mr. Prabhu, നമ്മളുമായിട്ടുള്ള ബിസിനസ് കൊളാബറേഷന് വേണ്ടിയാണ് വരുന്നത്. Good morning, sir. Anything more I can do for you, sir? ഇനി ഫെർണാണ്ടസ് ഓഫീസിലേക്ക് പോയിക്കോളൂ. മിസ്റ്റർ ഫെർണാണ്ടസ്, ബൈ ദ ബൈ ഈസ്റ്റേൺ സ്പോർട്സിലെ നാരായണമൂർത്തിയോട് എന്നെ ഒന്ന് കാണാൻ പറയും. Yes, sir. യു ക്യാൻ ഗോ. നീ എന്ത് ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്നുമില്ല. സ്വന്തം മണ്ണിൽ നമ്മൾ തിരിച്ചെത്തിയല്ലോ എന്ന് ഓർക്കുകയായിരുന്നു. എനിക്കാകെ ഭയമാവുന്നു. ഇനിയെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. നീ അതുകൊണ്ട് ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ട, പോയി കിടക്കുക. പറ്റിയോ? നത്തിങ് മൈ സൺ. യു ഹാവ് ഡൺ വെരി വെൽ. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ തോറ്റു. ഇതുപോലെ ഒരു അച്ഛനും മകനും ലോകത്തെങ്ങും കണ്ടിട്ടില്ല. ഇവൻ കരാട്ടെ പഠിക്കാൻ പോയിട്ട് വല്ലതും പഠിച്ചോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. എന്റെ നാളടിക്ക് മുമ്പിൽ ഇവൻ ഒന്നുമല്ലേ. ഡാഡി കള്ളം പറയാണ്. എന്റെ 1-2 അടി ഡാഡിക്ക് മരിച്ചിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ ഈ വയസ്സുകാലത്ത് മോന്റെ തല്ലും കൊള്ളാൻ? ഇപ്പൊ കണ്ടില്ലേ വെള്ളം കുടിക്കുന്നത്. അത് പോട്ടെ, എന്താ ഡാഡിയും മമ്മിയും പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്, എന്നെ അറിയിക്കുക പോലും ചെയ്യാതെ?
എന്താ ഡാഡി? നിന്നിൽ എനിക്കൊരു സ്വപ്നമുണ്ട്. നിന്റെ ഡാഡിയെ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമേ നീ കേട്ടിട്ടുള്ളൂ, അല്ലേ? ഒരു മീൻപിടുത്തക്കാരനായിട്ടാണ് മോനെ നിന്റെ അച്ഛൻ ജീവിതം ആരംഭിച്ചത്. രാവും പകലും കടലും കടപ്പുറവുമായി ജീവിച്ച് എന്നിലെ പ്രഭാകരൻ പ്രഭുവായി തീർന്നതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. നിരപരാധിയായ നിന്റെ അച്ഛനെ കൊലയാളിയാക്കിയ കഥ. ഗോപാലനും മൂസത്തിയും ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്, ഒരുമിച്ചാണ് ഞങ്ങൾ കടലിൽ പോയിരുന്നത്. ഇതെന്ത് തുഴയാ? മൂസൊക്കെ ഒന്ന് വേഗം വാ. എടാ മുത്തുകളെ, നിങ്ങളുടെ പാവറ്റാണോ ഞമ്മന്റെ? നിങ്ങളോടൊപ്പം ഞമ്മളെ കൊണ്ടാവുക. ബോട്ടിന്റെ തവണ മുടക്കിയാൽ ആരായാലും നോട്ടീസ് അയക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്ന് തന്നെ അയക്കാം. ആരാ അത്? പിരിവാരാണെങ്കിൽ നിൽക്കണ്ട. ഞങ്ങൾ പിരിവുകാരല്ല, ഒരു ബോട്ട് തവണ വ്യവസ്ഥയിൽ എടുക്കാൻ വന്നവരാണ്. ആർക്കാണ്? 3 പേർക്കും കൂടിയാ? ബന്ധുക്കളാണോ? അല്ല, സ്നേഹിതന്മാരാ. ഞമ്മടെ പേര് മൂസ, ഇത് പ്രഭാകരൻ, അത് ഗോപാലൻ. എന്റെ വ്യവസ്ഥകളൊക്കെ അറിയാമല്ലോ. അറിയാം. അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാമി, എന്താ? കൂട്ടുത്തരവാദിത്വത്തിൽ വ്യവസ്ഥകളൊക്കെ എഴുതിയിരിക്കും. കൊച്ചു വഞ്ചികളുമായി കടലിനോട് മല്ലിടുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നു, ഒരു വലിയ മോട്ടോർ ബോട്ട് വാങ്ങുക. ആ ആഗ്രഹം സാധിച്ചു. പയ്യന്മാരെ, വഞ്ചി പോയപ്പോ നിങ്ങൾ നമ്മളെ എപ്പോഴും പുറയിലാക്കിയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ പുറയിലാക്കാൻ പറ്റൂല. എന്നാല് നിങ്ങൾ വയ്ക്കും, ഞാനൊന്ന് മിനിങ്ങിട്ട് വരാം. എടാ ഗോപാല, കിട്ടുന്ന പണമെല്ലാം അങ്ങനെ കുടിച്ച് നശിപ്പിച്ചാലോ? ഈ ഹമുക്കിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? പോത്തിന്റെ ചെവില കിന്നാരം പറയണത്. നീ പാടാ പ്രഭാര. വിഷം മുതലാളിക്ക് ബോട്ടിന്റെ വാടക കൊടുത്ത് തീർക്കണ്ടേ? നിന്റെ കയ്യിൽ പണം വല്ലതുമുണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല. പറച്ചോനെ, ഹമുക്കെ, നീ കിടക്കായൊക്കെ ആർക്കോട്ട് പോയി കൊടുക്കാടാ? എനിക്ക് ആരുമില്ല, പെണ്ണും പെടക്കൊഴിയൊന്നും. പിന്നെ എന്തിനാ ഞാൻ സമ്പാദിക്കുന്നത്? ഹമുക്കെ, അവള് പോട്ടാ, അവളാ വാസുവിന്റെ പരക്കാത്തിയാ. അവൻ കുറെ കൊല്ലത്തും. ഈ ഗോപാലിന്റെ കൂടെ അന്തി ഇറങ്ങാത്ത കാണാൻ കൊള്ളാവുന്ന ഒരു മരക്കാത്തി ഈ കടപ്പുറത്തില്ല. പിന്നെയാ ഇവള്. എടി കമലാക്ഷിയെ, രാത്രികാലം എത്തും. വാ മൂസാക്ക, നമുക്ക് പോകാം. ഇവിടെ നിന്ന് മാനക്കേട. ആ, ലക്ഷ്മി കാത്തിരിക്കായിരിക്കും. ആ പോ പോ. മോന്റെ പിറന്നാളല്ലേ, വയറു നിറച്ച് കഴിക്ക്. പായസം എന്ന് വെച്ചാ ഇതിന് ജീവനാ. ഇന്ന സൈനുബ പായസം കഴിക്കും. മോന്റെ എത്രാമത്തെ പിറന്നാളാ? 7ാമത്തെ. ആഹാ. നമ്മുടെ ഗോപാലിനെ ഇവിടെ കണ്ടില്ലല്ലോ. ഗോപാലിനിവിടെ ഉണ്ടേ. ആ വന്നല്ലോ. വാ ഗോപാല. ഷാപ്പ് മുഴുവനോടെ വിഴുങ്ങിയിട്ടാ ഓന്റെ വരവ്. ഇരിക്കൂ ഗോപാല, ഊണ് കഴിക്കാം. എന്റെ മോന്റെ പിറന്നാളാണെന്ന്. മോന്റെ അല്ല, അച്ഛന്റെ പിറന്നാളായാലും എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ പറ്റില്ല. ലക്ഷ്മി, ഗോപാലിനോട് പായസം കൊടുക്ക്. ആ, ലക്ഷ്മിയുടെ പാചകമല്ലേ, കുടിക്കാം. നല്ല മധുരം. ഗോപാല പോകാതെ ഗോപാല. നമുക്ക് പോകട്ടെന്നേ, വല്ലവന്നെ തല്ലിയിട്ടല്ലേ അവനൊന്ന് ഉറങ്ങും. ഗോപാല,
എന്താ ഇത്? ഇത് മുതലാളി അറിഞ്ഞാലുണ്ടല്ല. നീ ആരോട് ചോദിച്ചുകൊണ്ടാ പാതിരാത്രിയിലെ ബോട്ടുമായി കടലിൽ പോയത്? ഞാനങ്ങും പോയിട്ടില്ല. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ ഹമുക്കെ കള്ളൻ. മൂസാക്ക, കുറച്ചു ദിവസമായി ഞങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നു. കള്ളക്കടത്ത് നടത്താനുള്ളതല്ല ഈ ബോട്ട്, മീൻ പിടിക്കാനുള്ളതാണ്. പ്രഭാകര, നിങ്ങൾ കൂടെ മനസ്സ് വെച്ചാൽ എളുപ്പത്തിൽ പണക്കാരനാകാമെന്ന് അല്ലേ? വേണ്ട. കള്ളത്തരം ചെയ്താൽ കടൽ കോപിക്കും, കടലുമ്പോൾ നമ്മളെ ചതിക്കും. നമുക്ക് കടലിൽ മീൻ പിടിക്കാൻ പോയി അധ്വാനിച്ച് പണം ഉണ്ടാക്കാമിട. അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനെ വിലയുള്ളൂ. ഇനി മേലിങ്ങനെ ഉണ്ടാകരുത്. ഉണ്ടായാൽ എന്തേ ഹമുക്കെ നീ പറഞ്ഞേ? ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ നിൽക്കാം. കള്ളക്കടത്ത് നടത്തി സുഖമായി ജീവിക്കാമെന്നല്ലേ? ഏതായാലും നാളെ മുതൽ നീ ഞങ്ങളോട് ബോട്ടിൽ വരണ്ട. ബോട്ട് നിന്റെയൊക്കെ മാത്രം സ്വന്തമല്ലല്ലോ. പോടാ, ഒരു ചില്ലിക്കാശ് ചെലവാക്കാത്തവൻ അവകാശം പറയണ. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ല. പിന്നെ എന്റെയൊക്കെ സഹായം കണ്ടാ നീയൊക്കെ ബോട്ടിൽ പോകുന്നു. എങ്കിൽ നാളെ മുതൽ നിന്റെ സഹായമില്ലാതെ ബോട്ടിൽ പോകാമെന്ന് നോക്കട്ടെ. ബാബുസാക്ക, നോക്കാം. ചോറ് വിളമ്പട്ടെ? വേണ്ട. എന്താ ആലോചിക്കുന്നത്? ലക്ഷ്മി, എനിക്ക് ഭയമാകുന്നു. എന്തിന്? ഞാനും മൂസാക്കയും അറിയാതെ ഗോപാലൻ കള്ളക്കടത്തുകാരെ ബന്ധം വച്ചിരിക്കുന്നു. ഗോപാലന്റെ സ്വഭാവം നല്ലതല്ലെന്ന് രവിയുടെ പിറന്നാളിന്റെ അന്നേ എനിക്ക് മനസ്സിലായി. നമുക്കൊരു ബോട്ട് വാടകയ്ക്ക് എടുത്താൽ എന്താ? മൂസാക്ക വിടുന്നത് എങ്ങനെ? പിന്നെ എന്റെ ഈ പണമില്ലല്ലോ. ആ, കൃഷ്ണ മുതലാളി എന്റെ ബന്ധുവാ. നമുക്ക് പോയി നാളെ മുതലാളിയെ കാണാം. എല്ലാം ശരിയാവും. എന്താ? മുതലാളി ഒന്ന് കാണണം. മുതലാളി അത്യാവശ്യമായി പുറത്തേക്ക് പോകാൻ ഒരുങ്ങാണ്. കാര്യം എന്നോട് പറഞ്ഞാ മതി. ഞാൻ പാലമൂട്ടിലെ മാധവൻ വൈദ്യരുടെ മോള. അത് നേരത്തെ പറയണ്ടേ? മുകളിലോട്ട് ചെല്ലൂ. നമസ്കാരം മുതലാളി. എന്താ പ്രഭാകര? ഒന്ന് കാണാമെന്നതാ. ഏതാ ഈ പെണ്ണ്? ഇതെന്റെ ഭാര്യയാണ്. പാലമൂട്ടിലെ മാധവൻ വൈദ്യരുടെ മോള. ഓ, വൈദ്യരുടെ മകളാണോ? എന്നിട്ട് പ്രഭാകരൻ എന്താ ഇക്കാര്യം എന്നോട് പറയാഞ്ഞത്? അത്യാവശ്യമായി മട്ടാഞ്ചേരി വരെ പോവുകയാണ്. ഒരു പഴയ കപ്പൽ ലേലത്തിന് ഇട്ടിട്ട് 5 ലക്ഷം രൂപയാ ഡിപ്പോസിറ്റ്. എനിക്കൊരു ബോട്ട് വേണമെന്ന് പറയാൻ വന്നതാ. ഓ, ഇപ്പോഴുള്ളതോ? അത് 3 പേർക്കും കൂടി ഉള്ളതാ. അതിന്റെ ബാധ്യതയൊക്കെ തീരട്ടെ, ആലോചിക്കാം. എടാ ഗോവിന്ദ, എന്തോ? ഇവർക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് വിട്ടാ മതി. ഓ, ഞാൻ ഇറങ്ങാം. ശരി. ലക്ഷ്മി, ഞാൻ ജക്കി വരെ ഒന്ന് പോയിട്ട് വരാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്ക് കേൾക്കാൻ സമയമില്ല. ഞാനും കൂട്ടു ബിസിനസ്സുകാരുമായിട്ട് അത്ര നല്ല രസത്തിലല്ല. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ അവരുമായിട്ട് തിരിയും. എനിക്കൊരു ബോട്ട് തന്ന് സഹായിക്കണം. സഹായിക്കാൻ ഞാൻ ധർമ്മസ്ഥാപനം നടത്തുന്ന ആളല്ല. ഞാൻ ചോദിച്ചതിന് തീരുമാനമുണ്ടായിട്ട് പോയാ മതി. ഭീഷണിയാണോ? ആ, എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. ഗോപാല, ശബ്ദം ഉയർത്തിയോണ്ടൊന്നും ഞാൻ പേടിക്കാൻ പോകുന്നില്ല. എന്നെ ധിക്കരിക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായടാ?
അടിച്ച് കടലിലേക്ക് എറിഞ്ഞ ഗോപാലൻ ഞാൻ മരിച്ചുവെന്ന് കരുതി. പക്ഷേ നിന്റെ ഡാഡി മരിച്ചിരുന്നില്ല. അർത്ഥബോധാവസ്ഥയിൽ കിടന്നിരുന്ന എന്നെ ബോട്ടിൽ വന്നിരുന്ന ടൂറിസ്റ്റുകൾ രക്ഷിച്ചു. പിന്നീട് പ്രഭാകരന്റെ വളർച്ചയായിരുന്നു. ആ ഗോപാലൻ ഇപ്പോൾ KRG പണിക്കർ, കൊച്ചിയുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. കമ്പനിയുടെ മറവിൽ അവനിപ്പോ കള്ളക്കടത്താണ് നടത്തുന്നത്. അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മോനെ ഞാനിപ്പോ തിരിച്ചു വന്നത്. എന്റെ ഡാഡിയെ കൊലപാതകയാക്കി ആ ഗോപാലിനോട് ഞാൻ പകരം ചോദിക്കും. വേണ്ട മോനെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ലക്ഷ്മി, അഭിമാനിയും തന്റേടിയുമായ പ്രഭാകരന്റെ ഭാര്യയാണ് നീ. നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മേ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. രവി, നാളെ തന്നെ നീ കൊച്ചിയിലേക്ക് പുറപ്പെടണം. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ഞാനും അവിടെ എത്തും. മൂസാക്കെ കണ്ടുപിടിക്കണം. മൂസാക്ക ഇപ്പൊ എവിടെയാണോ ആവോ. നമുക്ക് കാലത്തെ കഞ്ചാവ് തീർക്കാൻ തുടങ്ങിയ തുടങ്ങി ഒന്ന് പതുക്കെ പറയണ്ടേ മൂസാക്ക, അല്ലെങ്കിൽ തന്നെ പോലീസുകാർ ഇവിടെ കിടത്തി പുറപ്പിക്കുന്നില്ല. ശാവികള് മനുഷ്യനെ ജീവിക്കാനാ സമ്മതിക്കണ്ടേ. ഒരു പാക്കറ്റ് വിൽസ് തന്നെ. ഇത് കുന്നംകുളം ആണോ? ഏത് ഇപ്പോ കുന്നംകുളത്തുനിന്ന് ഒരുമാതിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇറങ്ങുന്നുണ്ടേ. ഓടാ ശാവി, കുന്നംകുളത്ത് വന്നേക്കണേ അന്തപ്പം മാത്രാണ്. ഇത് വെയിൽസ് കമ്പനിക്കാരുടെ ഒറിജിനലാണ്. എന്നെ ബാക്കി കേട്ടോ മൂസാക്ക, ഇത് കുന്നംകുളാണോ? ഇത് പഷ്ട എറണാകുളാ. ഓന് നീ സിഗരറ്റിന്റെ അടുത്ത് കഞ്ചാവ് തീർത്ത് കൊടുത്തേക്കല്ലേ, ഓൻ കൊച്ചനാ കൂമ്പുവാരി പോവും. ചാരായം കുടിച്ച് ആളുകൾ ചത്തിട്ടുണ്ട്. കഞ്ചാവടി ചാരെങ്കിലും ചത്തായി കെട്ടണോ മൂസാക്ക? ചാവൂല. കുറഞ്ഞ ചെലവില് ആകാശത്തൂടങ്ങ് പറന്ന് പറന്ന് മലയാറ്റൂർ പള്ളിയിലേക്കാ പോവാം. എന്റെ ദിശയമേ എന്താ അണ്ടപ്പം മാപ്പിള ചാരായത്തിന് തൊട്ട് കളിക്കുന്നത്? എന്തുട്ടാ വിളിച്ചേ? മാപ്പിളേന്നാ? കുന്താം കുറ്റിക്കാട്ടിൽ ഓനപ്പം മകൻ അന്തപ്പനാണ് ഞാൻ. അണ്ടപ്പം മാപ്പിള രാവിലെ തന്നെ സാമി അടിച്ചിട്ടുണ്ടാ? എന്തുട്ടാ കണ്ടാ മാപ്പിളെ മാപ്പിള? എനിക്ക് നല്ല പേരുണ്ട്, അന്തപ്പൻ. പള്ളിക്കൊണ്ട് ആനാമ്പള്ളം തളിച്ച അപ്പൻ, ലോനപ്പൻ ഇട്ട ഫസ്റ്റ് പേര്. എന്നെ പോലെ പരവേയും കുറിച്ച് ഒന്നുമില്ല, മനസ്സിലാവുന്നുണ്ട്. അച്ഛനാരായും നമുക്ക് കഞ്ചാവ് ചാരായം ഇവിടെ കാലത്തെ തുടങ്ങിയ രണ്ട് പലവറിക്കണ സാധനങ്ങളാ. തന്റെ കട വിൽക്കണതെല്ലാം ഫസ്റ്റാങ്. എന്റെ പരമു, ഇന്നലെ ഒരു ഉണ്ടംപൊരി മേടിച്ചാ തിന്നേ. അതിനുള്ളിൽ എന്തുട്ടായിരുന്നേ? അല്ല ശവി, ആണി. തുരുമ്പ് പിടിച്ച ആണി. ഉള്ളിലാ പോയാ പോയസാ. പായസല്ല ശവി, പോയസാ, വിഷം. മമതേ, ഓൻ പറഞ്ഞത് നേരാണ്. ഉണ്ടംപൊരിയിൽ ആണി ഉണ്ടായാന്ന്. ഉണ്ടംപൊരിയല്ല മസക, സവാള ബജ്ജിയിലായിരുന്നു. അപ്പോ ആണി ബജ്ജിന്ന് പേര് ഇപ്പൊ എന്തായി? നമുക്ക് അപ്പോ നമുക്ക് എല്ലാവർക്കും ആളെ കൊല്ലുന്ന ജോലി. ശവി, ശ്രീധരൻപിള്ള സാറേ, എനിക്ക് എഴുത്ത് വല്ലതും വന്നിട്ടുണ്ടോ? ഒന്ന് പോറാ അവിടുന്ന്. നിനക്കാരെങ്കിലും കത്തയച്ചിട്ട് വേണ്ടേ? എനിക്ക് അങ്ങ് ദുബായിൽ നിന്ന് ലെറ്റർ വരാനുണ്ട്. ആ വരും വരും. മട കത്താറ്റ കിട്ടാൻ പോണ. നമ്മുടെ ജഡ്ജിയുടെ മോന്റെ കല്യാണത്തിന് ഗവർണർ കമ്പിയാ അടിച്ചേ. പെണ്ണിന് 4 മാസം ഗർഭമായപ്പോഴാ കമ്പി കിട്ടണേ. ഈ പോസ്റ്റ്മാരുടെ സമരത്തിന്റെ പുതിയൊരു രീതിയെ. ഞാനൊറ്റ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയെങ്കിൽ നന്നേം കാണൂല, എന്നെ പോസ്റ്റ് ഓഫീസും കാണൂല. ഒരു വിഷം, എലിവിഷം, പഴുതാര വിഷം, മനുഷ്യനെ കടിച്ചാലുണ്ടാവുന്ന വിഷം ആർക്കാണ് സാമ്പിൾ പാക്കറ്റ് വേണ്ടത്? എല്ലാത്തിനും അത്യുത്തമം. എലി വിഷം, പുലി വിഷം മനസ്സിലായി. ഈ മനുഷ്യനെ കടിച്ചാലുള്ള വിഷം അത് ചേട്ടന് മനസ്സിലാവൂല. ഈ പണ്ട് കന്നാലി മനുഷ്യനെ കടിച്ചപ്പോഴാണ് ശവി നമ്മളൊക്കെ ഉണ്ടായത്. ഹംസ, ഹംസ, ഹംസ മറ്റൊരാളുടെ കൈപിടിച്ച് എഴുന്നേൽക്കാറില്ല. വേറൊരാളുടെ നട്ടലിൽ നിവർ നിൽക്കുന്ന ഹംസക്ക് ഇഷ്ടമല്ല മുരളി. ഗുഡ്. എന്നെ മുരളി വിളിച്ചു. നാളെ നമ്മുടെ ഒരു പാർട്ടി കരയ്ക്ക് വരും. നീ അവിടെ പോണം. കോടഭാഷ ഉപയോഗിച്ച് നിന്നെ അവർ തിരിച്ചറിഞ്ഞാൽ അവരിലൊരാൾ നിന്റെ കയ്യിൽ ബ്രീഫ് കേസ് തരും. നീ അത് വാങ്ങി വരണം. ഓക്കെ. അപ്പോ ടുമാറോ നൈറ്റ് 12 o'clock. അഡ്വാൻസ്.
അഡ്വാൻസോ? അഡ്വാൻസ് വാങ്ങിക്കാതെ ഹംസ ഒന്നും ചെയ്യാറില്ല. അത് മുതലാളിക്ക് അറിയില്ലേ? ഹംസയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം വേറെ, ഇടപാട് വേറെ. പോലീസ് പെട്രോളിന്റെയും സെക്യൂരിറ്റിയുടെയും കണ്ണിൽ പൊടിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ ലക്ഷങ്ങൾ കോടികളാക്കുമ്പോ ഞാൻ എന്റെ ജീവനാണ് പണയം വെക്കുന്നത്. ഹംസ ഇന്ന് നല്ല ഫോമിലാണല്ലോ. ഹംസയ്ക്ക് വളഞ്ഞ വഴിയൊന്നും അറിയില്ല മുതലാളി. നേരെ വാ നേരെ പോ, അതാണ് ഹംസയുടെ പോലെ. ഗുഡ്. താങ്ക് യു. രണ്ട് പൊറോട്ട 2 മുട്ടമൊഴി ഇട്. എനിക്കെന്താണോ വേണ്ടത്? ഒരു 6 പൊറോട്ടയും 2 പ്ലേറ്റ് കൊമ്പനും. എന്താ പറഞ്ഞത് കേട്ടല്ലേ? കൊച്ചുമലയാളി 115 രൂപയായി പറ്റി. എന്താ പറ്റി തീരാതെ കടം തരില്ലേ? ഓരോരുത്തർ ഇങ്ങനെ കടം പറ്റിപ്പോയി കാശ് തരാണ്ടിരുന്ന നമ്മളിങ്ങനെ കട നടത്താനാ. പാപ്പ, നീ അകത്ത് പോകുമ്പോളെ. നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? കൊച്ചുമലയാളിയുടെ സ്ഥലത്താണ് നമ്മൾ കുടിയേറ്റ് താമസിക്കുന്നതെന്ന് അറിയാമേ. ഇത് അറിഞ്ഞും കൊണ്ടാണോ നീ വിലസുന്നത്? അവിടെ വെക്കണം. നമുക്ക് അലമാരിയെ കൈപ്പറ്റാറുണ്ടല്ല. നമുക്ക് കൊച്ചുമുതലാളി പോണം. കത്തിയെടുത്ത് വെറുതെ ചോര കളയണ്ട. എടാ, നിന്നെ നിന്റെ മൂസാക്ക് ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കൊച്ചുമലയാളിയല്ലടാ. ഓ നമസ്കാരം. കട തുറന്നില്ലേ? അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്താവട്ടെ എന്ന് കരുതി. പിന്നെ പീഡിയയില് ബീഡിയും സിസ്റ്റം ഒക്കെ തീർന്നു. ചാരാ വീട്ടിലെ പിള്ളേർക്കൊക്കെ അസുഖമാണ്. മരുന്ന് വാങ്ങിക്കാൻ അല്പം കാശ് കിട്ടിയെങ്കിൽ. കുട്ടികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കാനാ, പട്ടടിക്കാനല്ല. അയ്യോ, ഞാനോ? നിനക്ക് പടച്ചോ കൈ നിറയെ പണം തരുന്നുണ്ട്. അത് നീ ഇങ്ങനെ വായ്പയിൽ കൊടുക്കാൻ പോയാലേ. എനിക്കാരുമില്ല മുസക്ക. ഉമ്മയില്ല, ബാപ്പയില്ല. പിന്നെ ഹംസ ആർക്കു വേണ്ടി സമ്പാദിക്കാനാ? എനിക്കുള്ളത് നിങ്ങളൊക്കെയല്ലേ. ഹംസയുടെ ലോകം നിങ്ങളൊക്കെ ഇവിടെ ചേരിയാണ്. നിന്നെ നമ്മൾ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. നീ ഇങ്ങനെ കപ്പലിൽ പോയി വളഞ്ഞ വഴിയിൽ കാശുണ്ടാക്കുന്നത് ഇസ്ലാമിന് ചേർന്നതല്ല. പിടിച്ചുപറിയും കള്ളുകൂടിയും മോഷണവും മാത്രമേ ഇസ്ലാമിൽ ഹറാമായിട്ടുള്ളൂ. അതൊന്നും ഹംസ ചെയ്യാറില്ല. ഹംസ ചേരിയിലാണ് ജീവിക്കുന്നതെങ്കിലും ഇസ്ലാമിന്റെ ചിട്ടകെട്ട് ജീവിച്ചിട്ടില്ല. പിന്നെ കപ്പലിലെ ജോലി എല്ലാ ജോലിയും പോലെ അല്ല. അത് തന്റെ ഇടയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നിന്നോട് തർക്കിച്ച് ജീവിക്കാൻ ഞമ്മളില്ല. എന്താ സൈനബയൊന്നും ഉണ്ടാത്തത്? നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇന്നു മുതൽ നിനക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ബോയ്. സെയിം ടു ഡാഡി. വിഷമിക്കാതെ ലക്ഷ്മി, അവനൊന്നും സംഭവിക്കില്ല. ധൈര്യമായിരിക്കൂ. മിസ്റ്റർ പ്രഭു വരുന്നത് നമ്മുടെ കമ്പനിയുമായുള്ള ബിസിനസ് കൊളാബറേഷന് വേണ്ടിയാണ്.
എന്താ മിസ്റ്റർ സാമുവൽ ഒന്നും പറയാത്തത്? സർ, 30% ഷെയർ നമ്മൾ പ്രഭുവിന് കൊടുത്താൽ 30% ഷെയർ പ്രഭുവിന്റെ എക്സ്മാനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കും. പക്ഷേ നമ്മുടെ മറ്റു ബിസിനസ്സുകൾ പ്രഭു അറിയാൻ ഇടയായാൽ അപകടമാണ്. ഒന്നും ആലോചിക്കാതെ KRG പണിക്കർ വലവീശാറില്ലെന്ന് മിസ്റ്റർ സാമുവൽ അറിഞ്ഞൂടെ? മിസ്റ്റർ പ്രഭുവിനെ സ്വീകരിക്കാൻ നാളെ എയർപോർട്ടിലെത്തണം. മിസ്റ്റർ പ്രഭുവിനെ കാണുന്നില്ലല്ലോ. ഹീസ് കമ്മിങ്. മിസ്റ്റർ പ്രഭു, ഹലോ. വെരി പ്ലീസ് ടു മീറ്റ്. ഓ, താങ്ക് യു. ഈ കൂടിക്കാഴ്ചയ്ക്കായി എത്രയോ കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാനും. പഞ്ചാര ലണ്ടനിൽ നിന്ന് ട്രങ്കോൾ ഉണ്ടായിരുന്നു. ലാക്സ് ആൻഡ് ലാക്സിന്റെ ബിസിനസ്. ഓ, നിങ്ങൾ തന്ത്രശാലിയായ ഒരു ബിസിനസ്സുകാരനാണെന്ന് പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. ലക്ഷ്മി, യാത്രയൊക്കെ സുഖമായിരുന്നു? വല്ലാത്ത ക്ഷീണം. ഈ ബംഗ്ലാവ് നിനക്ക് ഇഷ്ടപ്പെട്ടു? നന്നായിരിക്കുന്നു. ലക്ഷ്മി ഭവനം എന്നാണ് ഇതിന്റെ പേര്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമെന്നർത്ഥം. മതി കളിയാക്കിയത്. ഇവിടെ തന്നെ സ്ഥിരമായിട്ട് കൂടാനാണോ ഭാവം? പിറന്ന മണ്ണിൽ വേരൊട്ടിക്കാനാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. സാറെന്ന് സാഹിത്യത്തിലാണല്ലോ. ലക്ഷ്മി, ഇന്ന് KRG പണിക്കരുടെ അല്ല, ഗോപാലിന്റെ ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. ഇന്നും അവനവന്റെ പഴയ തൊഴിൽ വിട്ടിട്ടില്ല. പഴയ തൊഴിലോ? അതെ, കള്ളക്കടത്തിൽ. ഇന്ന് അവൻ വലിയ ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. രവി എത്തിയോ? ഇല്ല, എത്തിയാലും അവൻ ഇവിടെ വരില്ല. അവനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ആ ഗോപാലൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവന്മാരെ ജയിച്ചിട്ടുള്ളൂ. സത്യം ഒരിക്കലും തോക്കില്ല. നാളെയാണ് ബോർഡ് മീറ്റിംഗ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് മിസ്റ്റർ പ്രഭു ഷെയറുകൾ എടുത്തിട്ടുള്ളത്. എന്നാൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതുകൊണ്ട്
അദ്ദേഹത്തിന്റെ സേവനം കൂടി നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മിസ്റ്റർ പ്രഭുവിന്റെ ഈ സന്മനസ്സിന് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടിയും നന്ദി പറയുന്നു. വിഷിംഗ് ഹിം Thank you. ഓൾ ദ ബെസ്റ്റ്. Dear friends, വർഷങ്ങളായി ന്യൂയോർക്കിൽ കഴിയുന്ന എനിക്ക് അവിടെ നിന്ന് കിട്ടിയ അറിവും ധനവും വളരെ വലുതാണ്. അത് ജന്മനാട്ടിലെ ഈ വ്യവസായ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിന്റെ ക്രെഡിറ്റ് മിസ്റ്റർ KRG പണിക്കർക്കാണ്. ഞാൻ ആരാണെന്നും എന്റെ കഴിവ് എന്താണെന്നും ഞാനിവിടെ പറയുന്നില്ല. എന്റെ ഇപ്പോൾ മുതലുള്ള ഓരോ പ്രവൃത്തികളുടെയും നിങ്ങൾക്കും മിസ്റ്റർ പണിക്കർക്കും അത് മനസ്സിലാകും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം. മിസ്റ്റർ പ്രഭുവിന്റെ കഴിവിനെ മുതലെടുത്ത് എക്സ്മെൻ പ്രോഡക്ഷന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇവിടെ നിറക്കാം. അങ്ങനെ എക്സ്മെൻ നാമാവശേഷമാകും. എങ്കിലും പ്രഭുവിനെ ചെയർമാനാക്കിയത് നമുക്ക് അപകടമാവില്ലേ? തന്റെ ഇടമില്ലാത്തവന് ഒന്നും നേടാനാവില്ല. എന്റെ വളർച്ചയുടെ രഹസ്യവും അതാണ്. സോറി മാഡം. നല്ല പേര്, സ്വീറ്റ് നെയിം. എക്സ്ക്യൂസ് മീ മാഡം, ഒരു അബദ്ധം പറ്റിയതല്ലേ? ഇത് അബദ്ധമല്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാ. ചേടാ, വഴിയിൽ പോകുന്ന പെൺകുട്ടിയുടെ മേൽ മനഃപൂർവ്വം ഇറങ്ങി വന്ന് വീഴുമോ? എന്റെ കൊട ഒടിച്ചതും പോരാ, നിങ്ങൾ എന്നെ അപമാനിക്കും ചെയ്യുന്നു. എക്സ്ക്യൂസ് മീ, എന്താണ് പേരെന്ന് പറഞ്ഞു? ഓ, സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ്. മിസ്റ്റർ, ആളെ കളിയാക്കണു. ജോലിയും പണിയില്ലാത്ത കുറെ അലവലാദികൾ പെമ്പിള്ളേരെ കളിയാക്കാനായി നടക്കുന്നു. കൂടാ വീഴല്ലേ? ഭാഗ്യം, ആരും കണ്ടില്ല. പപ്പ ഉറങ്ങാതെ, പണിക്കർ സാർ വരാറായി. കമ്പനി തന്നെ കുറെ നാളായിട്ട് ഉറങ്ങുകയല്ലേ. പണിക്കർ സാറല്ല, പുതിയ ചെയർമാൻ പ്രഭു സാർ വന്നാലും പപ്പൻ, പപ്പൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മിസ് ഉഷ, മിസ് ഉഷ, സോറി സർ. രാവിലെ വന്ന് സ്വപ്നം കാണുകയാണോ? സർ, മേലിൽ ഇത് ആവർത്തിക്കരുത്. ബി കെയർഫുൾ. യെസ് സർ. കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും നടക്കുന്നില്ലേ? ഇല്ല, തൊഴിലാളികളുടെ ഗോസ്ലോയാണ് കമ്പനി പൂട്ടാൻ കാരണം. എന്താണ് തൊഴിലാളിയുടെ ഡിമാൻഡ്സ്? ബോണസ്, ഇൻക്രിമെന്റ്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതെല്ലാം കൊടുക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ നല്ല ടേംസിൽ പോയില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാനേജ്മെന്റിനാണ്. ആകെ ഇവിടെ ഒരു പൊളിച്ചുപണി ആവശ്യമാണ്. പുതിയ കുറെ അപ്പോയിന്റ്മെന്റുകൾ നടത്തി റീഓർഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അവനാണ് മുതലാളിയുടെ വലങ്കൈ. എനിക്ക് അവനെ തല്ലണം. ചുമ്മാ ഇരിക്കും വാസു. ഹംസക്കടയിൽ ചാമ്പ് വാങ്ങണ്ട, അകത്തോട്ട് ഒന്നും ഇഷ്ട. എക്സ്ക്യൂസ് മീ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനി തന്നെയല്ലേ? കയറി വന്നപ്പോ ബോർഡ് നോക്കാമായിരുന്നില്ലേ? ഓ സോറി, അത് താഴെ നോക്കി വന്നതുകൊണ്ട് ബോർഡ് കണ്ടില്ല. പിന്നെ അമ്പർല നാളെ തന്നെ എത്തിച്ചേക്കാം. വരട്ടെ.
മിസ്റ്റർ രവീന്ദ്രൻ. യെസ്. Take your seat. താങ്ക് യു. സിഗരറ്റ്? നോ താങ്ക്സ്. That's good. നോ സർ, ദാറ്റ്സ് ബാഡ്. ഐ മീൻ ഫോർ ഹെൽത്ത്. Oh, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. യു ആർ രവീന്ദ്രൻ? യെസ് സർ. what's your father? ആൻസർ ദ ക്വസ്റ്റ്യൻ മിസ്റ്റർ രവീന്ദ്രൻ. അച്ഛനെ പറ്റി പറഞ്ഞപ്പോ രവീന്ദ്രൻ മനസ്സിൽ തട്ടിയിരിക്കും. It means his father is no more. Yes, that's it. We are very sorry. മിസ്റ്റർ രവീന്ദ്രൻ, ഒരു ചോദ്യം. നിങ്ങളുടെ മരിച്ചുപോയ അച്ഛൻ തിരിച്ചു വന്നാൽ? ഞാനിവിടെ ഈ ഇന്റർവ്യൂവിന് സാറിന് മുമ്പിൽ ഇങ്ങനെ I ഇരിക്കുകയില്ല. see. നല്ല ഉത്തരം. എനി ഹോബി? മോട്ടോർ സൈക്കിൾ റൈഡിംഗ്, ജിംനാസ്റ്റിക്സ് ആൻഡ് ബുക്സ്. ഐ സി. ഏത് തരം പുസ്തകങ്ങൾ വായിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടം? കുറ്റാന്വേഷണ കഥകൾ. അപ്പോ നിങ്ങൾക്ക് കുറ്റം ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ താല്പര്യം. കുറ്റാന്വേഷണ കഥകൾ വായിക്കുന്നവരെക്കാൾ പുസ്തകം വായിക്കാത്തവരാണ് കൂടുതൽ തെറ്റെയ്ത് കാണുന്നത്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? കള്ളക്കടത്തുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും. Oh. Yes, you may go. താങ്ക് യു സർ. നൈസ് ബോയ്. Yes. What's your father? നിന്റെ അച്ഛൻ ആരായിരുന്നു? എന്റെ അച്ഛനെ അറിയില്ലേ, മാധവ വൈദ്യര്. ഓ, he is no more. അദ്ദേഹം മരിച്ചുപോയി. ലക്ഷ്മി, മരിച്ചുപോയി നിന്റെ അച്ഛൻ നാളെ രാവിലെ ഇവിടെ തിരിച്ചു വന്നാലോ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മണ്ടിപ്പെണ്ണെ, നിനക്കൊന്നും മനസ്സിലായി ആ, കാണിക്കും. എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. എടി, അവൻ എന്റെ മോനാടി. ഇന്ന് ഞാൻ അവനെ ഇന്റർവ്യൂ ചെയ്തു. ഓഹോ, അതാണ് ഇപ്പൊ സാർ ഇവിടെ കാട്ടിക്കൂട്ടിയതില്ല. രവിയെ വർക്സ് മാനേജരായി അപ്പോയിന്റ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ അച്ഛനും മകനും കൂടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നാവും. ഞങ്ങൾ പലതും കാട്ടിക്കൂട്ടും. നീ കാപ്പി വല്ലതും ഉണ്ടെങ്കിൽ പോയി കൊണ്ടുവാ. ചെല്ലേ. എന്തുട്ടാ കന്നാലി പീഡിയയുടെ മുമ്പിലാ ഓട്ടണേ? സിനിമ നോട്ടീസാ? അപ്പോഴേ ഏതാ പടം? MGR-ന്റെ NT രാമറാവിന്റെ സിനിമയുടെ നോട്ടീസാണ് ഇവിടെ ഒട്ടിച്ചാൽ മതി. വേറെ ഒരു കർണാലയുടെ സിനിമ ഞങ്ങൾ കാണൂല. ഒന്നും ഉണ്ടായിട്ടിടാ മക്കളെ. കാര്യം എന്താണ് ചിപ്പായി? ഇത് കോടതിയിൽ നിന്നുള്ള നോട്ടീസാ. ഇവിടുത്തെ വീടുകളും കടകളും ഒഴിഞ്ഞു കൊടുക്കാൻ കോടതിയിൽ നിന്ന് ഉത്തരവായിരിക്കാം. കൊടുക്കാനാ? ഇതിന്റെ മുതലാളി ഓർഡർ വാങ്ങിയിരിക്കുക. എല്ലാ കൊച്ചുമുതലാളിയുടെ പണിയാണ്. എന്തുട്ടാ ചെയ്യണ്ട മൂസക്ക? ഹംസ വരട്ടെ. ഞാൻ പപ്പൻ ട്യൂണാണ്. പപ്പ എന്നാ എല്ലാരും വിളിക്കുന്നതെങ്കിലും ജാതകത്തിൽ പത്മനാഭൻ എന്നാണ്. മറ്റേ സ്റ്റാഫിനെ എല്ലാം പരിചയപ്പെടണ്ടേ? വന്നാട്ടെ. വാസുദേവൻ തിരുമുൽപ്പാട്, നമസ്കാരം. ചീഫ് അക്കൗണ്ടന്റ്. ജനാർദ്ദനൻ നായർ, അസിസ്റ്റന്റ് ചീഫ്. CJ മേരി, ക്ലാർക്ക്. മിസ് ഉഷ, സ്റ്റെനോഗ്രാഫർ. സ്റ്റെനോഗ്രാഫർ ഇങ്ങോട്ട് വരാൻ പറയും. യെസ് സർ. Yes, yes. Call to Bombay. Mr. Damodaran. Take this down. Yes, sir. Urgent. Address to Messrs. Associate Industries, Bombay 29. With reference to എന്താ നോക്കി നിൽക്കുന്നത്? സോറി സർ. സോറി പറയാനല്ല വിളിപ്പിച്ചത്. മനസ്സ് ശരിയെങ്കിൽ പിന്നീട് വിളിപ്പിക്കാം. യു കൻ ഗോ നൗ. ഇല്ല സർ, ഇപ്പൊ എഴുതാം. Take this down. Address to Messrs. Associate Industries, Bombay 29. With reference to your order number such and such, dated such and such. Devi speaking. Good morning, sir. Thank you very much, sir. Tomorrow evening, sir. 6 o'clock. Okay. എന്താണ് എഴുതിയത്? Tomorrow evening 6 o'clock we will meet. Stop it, miss. നിങ്ങൾ എവിടെ കൊണ്ട് കേൾക്കുന്നത്? നിങ്ങൾക്ക് സ്വപ്നം കാണുന്ന സ്ഥലമല്ല ഓഫീസ്. സോറി സർ. ഇക്കടക്കിന് സോറി പറയാൻ സമയങ്ങളുള്ളൂ. കണ്ടിന്യൂ.
In connection with the umbrella. സർ, Yes. അംബർല തന്നെയാണോ? Yes. ഇടിച്ചു തകർക്കടാ. കൊച്ചു മലയാളി, പടച്ചോനെ വിചാരിച്ച് നമ്മുടെ കുടിയൊന്നും തകർക്കരുത്. മാറി നിൽക്കടാ. ആർക്കാണ് ഈ കുടിൽ വിളിക്കേണ്ടത്? നീ ആരാ ചോദിക്കാൻ? നിന്റെ തന്ത. ഞാനാണ് ചാരായോ കഴിച്ച് കൈ ഹംസൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കഞ്ചാവും ചാരായും ഒരു വഴിയായനെ. ഏതായാലും ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണം. എന്താ മൂസാക്ക? അന്ന് ഞങ്ങളുമായി ഏറ്റുമുട്ടിയ ആളാണ് രവി. അയാൾ നല്ലൊരു കറാട്ടെ അഭ്യാസം കൂടിയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിട്ടും അയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. വെരി ഗുഡ്. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം. സാർ, അയാൾ ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ അപകടമാണെന്നല്ലേ? രവിയെ നമ്മുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. May I come in, sir? യെസ്, കമിൻ. ഇരിക്കൂ. എങ്ങനെയുണ്ട് കമ്പനി സെറ്റപ്പ് ഒക്കെ? Progress ഉണ്ട്, sir. രവിക്ക് സ്വന്തക്കാരാരുമില്ലെന്നല്ലേ അന്ന് പറഞ്ഞത്? താമസമൊക്കെ എവിടെയാണ്? ഹോട്ടലിലാണ്. ഹോട്ടലിലോ? നോനോ, അത് പാടില്ല. രവിയെ പോലെ ചെറുപ്പക്കാരനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എന്തിനാ ഹോട്ടലിലൊക്കെ താമസിക്കുന്നത്? എന്റെ ഔട്ട് ഹൗസ് താമസിക്കാം. No, thanks. വൈ നോട്ട്? അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ വീട്ടിൽ ആരുമില്ല. നോ വൈഫ്, നോ ചിൽഡ്രൻ. എന്നാലും ഒന്നും പറയണ്ട. നാളെ തന്നെ അങ്ങോട്ട് താമസം മാറിക്കണം.
വെൽ ഡൺ. രവി, നിന്റെ കഴിവ് ഞാനൊന്ന് പരീക്ഷിക്കായിരുന്നു. ഹംസയെ ഞാനാണ് ഇങ്ങോട്ട് അയച്ചത്. നിങ്ങളെപ്പോലെ തന്റെ ഇടമുള്ള ചെറുപ്പക്കാരാണ് എനിക്ക് ആവശ്യം. പുതിയ വർക്സ് മാനേജർ രവി. അറിയാം. ഇതാണ് ഹംസ, ഇവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഇന്നു മുതൽ നിങ്ങൾ സ്നേഹിതന്മാരാണ്. കരുത്തന്മാരെപ്പോഴും ഒന്നായിരിക്കണം. ആ, രവി വിശ്രമിക്കും. ഹംസ വരും. വരട്ടെ. നാളെ പോർട്ടിലെത്തുന്ന ഷെയ്ഖ് അബ്ദുൽ മുനീർ എന്ന കപ്പലിൽ ലക്ഷങ്ങളോളം വില വരുന്ന രത്നങ്ങളുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഷെയ്ഖ് താമസിക്കുന്നത് കപ്പലിലെ ലക്ഷറി ക്യാബിനിലാണ്. ഡോക്കിൽ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടായിരിക്കും. അവരെ മറികടന്ന് എങ്ങനെയാണ് രത്നങ്ങൾ കടത്തിക്കൊണ്ടുവരേണ്ടതെന്നായിരിക്കും നീ ആലോചിക്കുന്നത്, അല്ലേ? നമ്മുടെ ആളുകളെ ഏർപ്പെടുത്തി സെക്യൂരിറ്റി ഗാർഡുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കണം. ഇതിനിടയിൽ ഞാൻ കാര്യം സാധിക്കും. ഗുഡ് ഐഡിയ. കം ഓൺ, ഹാവ് എ ഡ്രിങ്ക്. താങ്ക്സ്. ദിയ കഥക തുറന്ന ശോശമ്മ ഇങ്ങടെ വന്നേ. ഞാൻ രാവിലെ പീടിയല പോകുമ്പോ നിനക്ക് നിറയെ മുടി ഉണ്ടായിരുന്നല്ലോ. വൈകിട്ട് തിരിച്ചാ വന്നപ്പോ നിന്റെ മുടിയെല്ലാം എവിടെ പോയത് എന്റെ ശോശാമ്മേ? അടിയത്തി വന്നിട്ടുണ്ടാ. എവിടെ കിടക്കണ ഈ മനുഷ്യൻ? ശോശാമ്മേ, നീ കിടന്ന് പടക്കാതെ പുതുവാണ വാട്ടിയെ പോലെ ചവിട്ടും കുത്തോണ്ടൂട്ടാ നടത്തണേ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ലേ. എന്നാലും ഒരു നാണം ഉണ്ടാവില്ലേ ശോശമ്മേ? രാവിലെ ഞാൻ പോകുമ്പോ നിന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നിന്റെ ശബ്ദത്തിന് എന്തോട്ടാ പറ്റിയുണ്ട് ശോശാമ്മേ? ശോശാമ്മേ, ശോശാമ്മേ, ചെയ്യേണ്ട വിടാൻ. ഞാനും എന്റെ ഭാര്യയും കൂടി കിടക്കാൻ സമ്മതിക്കില്ലേ? ആരണ്ട ഇത്? അതെ അതെ, ആട് പശുവൊക്കെ നിങ്ങളുടെ ഭാര്യയാവാൻ പറ്റും. നീ തെറ്റിദ്ധരിക്കല്ലേ ശോശാമ്മേ? വെൽ ഡൺ മൈ ബോയ്. നിന്നെപ്പോലെ സമർത്ഥനായ ഒരാളെ കിട്ടിയത് എന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. രവി അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ കുടുക്കിൽപ്പെട്ടേനെ. രവി അവനെങ്ങനെ അവിടെ എത്തി? ഡാഡി, വെൽ ഡൺ മൈ ഡിയർ ബോയ്. നീ പണിക്കരെയും ഹംസയെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഉദ്ദേശം മറക്കരുത്. ഓക്കെ ഡാഡി? റൈറ്റ്. മുസക്ക, ഹംസ, പനി പിടിച്ചു മോനെ. നല്ല പനിയുണ്ട്. ആരെയും കാണിച്ചില്ലേ? ഇല്ല. പനി വളരെ കൂടുതലാണ്. നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു? ഞാനില്ലേ ഇവിടെ? ഞാൻ ബാപ്പാന്റെ വിവരം പറയാൻ അംസക്കയെ അന്വേഷിച്ചു വന്നിരുന്നു. ഇന്നലെ രാത്രി അംസക്ക വീട്ടിലുണ്ടായിരുന്നില്ല, അല്ലേ? എന്തുട്ടാ ഹംസക്ക ഇത്? ഓ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ചത്താലും നിങ്ങളൊന്നും അറിയില്ലല്ലോ. ഈ പെങ്കൊത്തൊന്ന് പറയണ്ടേ ഷാഫി? ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അന്തപ്പൻ ചേട്ടൻ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കുകയായിരുന്നു.
ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല അംസക്ക. ഉണ്ടായിരുന്നെങ്കിൽ നീ മല മറിച്ചാണ്. ചാവി. നിങ്ങൾ തർക്കിച്ച് നിൽക്കാതെ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ടോ? ആശുപത്രി കൊണ്ടുപോകണം. വരൂ. ഞാനൊരു മരുന്ന് കുറിച്ച് തരാം. അത് ഉടനെ വാങ്ങിക്കൊണ്ടുവരണം. ഓക്കെ? എന്താ മിസ്റ്റർ സാമുവൽ? ഷെയ്ഖിന്റെ കപ്പലിൽ നിന്ന് മോഷണം പോയ രത്നങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ അവർക്ക് സംശയമുണ്ടെന്നാണ് അറിവ്. നിങ്ങളിങ്ങനെ പേടിച്ചു പോയാലോ? ഹംസയെ കണ്ട് വേണ്ട ഇടപാട് ഞാൻ ചെയ്തോളാം. ഹംസയില്ലേ ഇവിടെ? ഇല്ല മുതലാളി, ഹംസക്കട ആർക്കും സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഏത് ഹോസ്പിറ്റൽ? മാത്യു ഡോക്ടർ നഴ്സിംഗ് ഹോമിലാ. ഹംസയുടെ അയാൾ ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയല്ലോ. സോറി. താങ്ക് യു. വാപ്പാ, മോളെ, ഹലോ ഇൻസ്പെക്ടർ, വഴിതെറ്റി വന്നതായിരിക്കും. ടേക്ക് യുവർ സീറ്റ്. സോൾ റൈറ്റ്. കുടിക്കാൻ എന്താണ് വേണ്ടത്? കൂൾ ഓർ ഹോട്ട്? നോ താങ്ക്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇൻസ്പെക്ടർ? നിങ്ങളുടെ ബംഗ്ലാവ് ഒന്ന് സെർച്ച് ചെയ്യണം. എന്റെ ബംഗ്ലാവ്? അതെ. വെൽക്കം. അതിനു മുമ്പ് യു മീൻ സെർച്ച് വാറന്റ്? Yeah. Here it is. Go ahead. cheers. Mr. Hamza was here, Chief. ഞാൻ കണ്ടു. Sorry for the trouble. ഇൻസ്പെക്ടർ, പുതുതായി ചാർജ് എടുക്കുന്ന പോലീസ് ഓഫീസർമാരെല്ലാം കാക്കിക്കുപ്പായത്തിന് മുകളിൽ നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടാൻ ചില റെയ്ഡും സെർച്ചും ഒക്കെ നടത്തുക സാധാരണയാണ്. അവരാരും ഇവിടെ അധികകാലം ഭരിച്ചിട്ടില്ല. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത്? മിസ്റ്റർ പണിക്കർ, ഇലക്ഷൻ ഫണ്ടിലേക്ക് ഡൊനേഷൻ കൊടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കയ്യിലെടുക്കുന്ന ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം എന്നെ ഇവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ സാധിച്ചേക്കും. ഒരുപക്ഷെ യൂണിഫോം തന്നെ അയച്ചു വെക്കേണ്ടി വന്നേക്കും. അതിനു മുമ്പേ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. ഗുഡ്. മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നവരെ എനിക്കിഷ്ടമാണ്. അല്ലാതെ കോഞ്ഞാട്ടക്കാരോട് പണിക്കർ മത്സരിക്കാറില്ല. മേക്ക് ഇറ്റ് ഡബിൾ. ഹലോ, വരണം മിസ്റ്റർ പണിക്കർ. മിസ്റ്റർ പണിക്കർ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? അതെ. പ്ലീസ്. താങ്ക്സ്. ഒരല്പം ധൃതിയുണ്ട്. മിസ്റ്റർ പ്രഭു, ഇതൊന്ന് ഒപ്പിട്ട് തരണം. കൊച്ചമ്മേ, 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 തുണി. മിസ്റ്റർ പ്രഭു, ഇവിടെയാണ് ഒപ്പിടേണ്ടത്.
അപ്പോ താങ്ക് യു മിസ്റ്റർ. ഞാൻ വരട്ടെ. ആരാ അത്? പോയോ? പോയി. യെസ്, എസ് ഐ ഹിയർ. വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനി പോകുന്നല്ലോ, അറിയില്ലോ? മിസ്റ്റർ പ്രഭു. അതെ, ഞാൻ തന്നെ. കമിൻ പ്ലീസ്. സോറി ഫോർ ഡിസ്റ്റർബിംഗ്. കഴിഞ്ഞ ദിവസം കപ്പലിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഷേക്കിന്റെ രത്നങ്ങളും മറ്റ് സാധനങ്ങളും നിങ്ങളുടെ ലോറിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്റെ ലോറിയോ? അതെ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനി പോയ ലോറിയിൽ നിന്ന്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ കെ ആർ ജി പണിക്കരാണ്. നിങ്ങളല്ലേ ഇതിന്റെ ചെയർമാൻ? അതുകൊണ്ട് ഇത് നിങ്ങളുടെ അയ്യപ്പല്ലേ? നിങ്ങളുടെ അറിവോട് കൂടിയാണ് ഇത് നടന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവാണോ? ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. എന്റെ ഒപ്പുള്ള കൃത്രിമരേഖയാണിത്. അത് നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ നടപടി എടുക്കേണ്ടിയിരിക്കും. നിങ്ങളുടെ ലോറി സ്റ്റേഷനിലുണ്ട്. നാളെ രാവിലെ അവിടെ വരണം. എന്തിനാ പോലീസ് വന്നത്? ഒന്നുമില്ല, നീ പോയി കിടന്നുറങ്ങ. ഒന്നുമില്ലാതെ പോലീസ് വരുമോ? കമ്പനിയിൽ അനാവശ്യമായി ഗോപാലൻ എന്തൊരു പണിമുടക്കുണ്ടാക്കുന്നുവെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താണ്? ഗോപാലന്റെ ആൾക്കാർ ലോറിയിൽ കൊണ്ടുപോയ കള്ളക്കടത്ത് സാധനങ്ങൾ എന്റെ അറിവോടുകൂടി കൊണ്ടുപോയതായി അവൻ കള്ളരേഖ ഉണ്ടാക്കി. അയ്യോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇല്ല, ഇനി തുടരാൻ ഞാൻ അനുവദിക്കില്ല. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? ഞങ്ങൾ വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഉടനെ അംഗീകരിക്കണം. ലേബർ ഓഫീസിൽ നിന്ന് കൺസിഡറേഷന് വേണ്ടി പലതവണ നോട്ടീസ് അയച്ചിട്ടും മാനേജ്മെന്റ് അതിന് തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കും. നിങ്ങൾ ബഹളം വയ്ക്കാതിരിക്കൂ. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഉടനെ പോയി ജോലി ചെയ്യും. വരൂ. ഇത് നിങ്ങളുടെ കമ്പനിയാണ്. ഇവിടെ വരുന്ന ലാഭനഷ്ടങ്ങൾ നിങ്ങളെയും ബാധിക്കും. ആവശ്യമില്ലാതെ സമരം കുത്തിപ്പൊക്കാൻ നോക്കരുത്. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാമെന്ന് സാർ ഉറപ്പ് തന്നാണ്. ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റമില്ല. അങ്ങനെ വാക്കാൽ പറഞ്ഞ് കളിപ്പിക്കാൻ തൊഴിലാളികളെ കിട്ടില്ല. നിങ്ങൾ ആരാണ്? തൊഴിലാളി നേതാവ്.
അതോ അവരുടെ ശത്രുവോ? ഈ കമ്പനിയിലെ തൊഴിലാളികൾ പോലും അറിയാതെ ഇവിടെ സമരം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ്. സാർ, അത് ആരൊക്കെയോ എന്തൊക്കെയോ കരുക്കൾ നിൽക്കുന്നു, അല്ലേ മിസ്റ്റർ വിക്രമൻ? വിക്രമൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയതാണ് സാർ. അതെ, എനിക്കറിയാം. അതിന്റെ പിന്നിലെ കൈകൾ ബലമുള്ളതാണ്. നൗ ടെൽ മീ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? മിസ്റ്റർ പ്രഭു, ബോർഡ് മെമ്പേഴ്സിനോട് ആലോചിക്കാതെ തൊഴിലാളികളെ തിരിച്ചെടുത്ത് ശരിയായില്ല. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് എനിക്ക് തോന്നി. അത് അനുവദിച്ചുകൊണ്ട് അവരെ തിരിച്ചെടുത്തു. അതിലെന്താ തെറ്റ്? തൊഴിലാളികളുടെ സഹകരണമാണ് ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പും വളർച്ചയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ തൊഴിലാളികളെ പറ്റി ഞങ്ങൾക്കറിയാവുന്ന പോലെ മിസ്റ്റർ പ്രഭുവിന് അറിയില്ല. മേലിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടരുത്. മിസ്റ്റർ പണിക്കർ, ഞാൻ വെറും ഒപ്പിടുന്ന ഉപകരണമല്ല. ഈ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ള ആളാണ്. നിങ്ങൾ പലതും മറക്കുന്നു. ഞാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ്. വേണ്ടി വന്നാൽ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ പോലും ഞാൻ മടിക്കില്ല. ഇനിയും അവനെ കമ്പനിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പ്രഭുവിന്റെ കയ്യിലുള്ള ഷെയർ ഡോക്യുമെന്റ്സ് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ലേബർ ഓഫീസിലും മറ്റും ഡോക്യുമെന്റ്സിന്റെ കോപ്പിയിൽ കൊടുത്തിട്ടില്ലേ? പണം കൊടുത്താൽ ഇവിടെ മാർക്ക് ലിസ്റ്റ് വരെ തരുന്നു, പിന്നെയാണോ ഡോക്യുമെന്റ്? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ പ്രഭുവിന്റെ ബംഗ്ലാവിൽ പോണം. ഡോക്യുമെന്റ്സ് എടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ ഓക്കെ സർ. അടിയിൽ നിന്റെ അച്ഛനാടാ ഞാൻ. അടി കൊടുത്ത് തഴമ്പിച്ച കൈയാടായത്. ഈ കളി എന്റെ അടുത്ത് നടക്കില്ലെന്ന് അവർ പോയി പറഞ്ഞേരെ. ഹംസ, രവിക്ക് മുതലാളിയെ വിട്ടിയാക്കാൻ കഴിഞ്ഞേക്കും. മുതലാളിമാർക്ക് എന്നും വിഡ്ഢികളുടെ മുഖമേ ഉള്ളൂ. പക്ഷെ രവി, ഹംസ രവിയേക്കാൾ ലോകം കണ്ടവനാണ്. ഹംസ പ്രഭു സാറിന്റെ ബോസാണ്. അച്ഛനെ കയറി ബോസ് എന്ന് വിളിക്കുന്നത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക് ചോദിച്ചതല്ല. പ്രഭാകരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ചെയർമാൻ മിസ്റ്റർ പ്രഭു ആണ് ആ പ്രഭാകരൻ. കമ്പനിയുടെ പുതിയ വർക്ക്സ് മാനേജർ രവി അദ്ദേഹത്തിന്റെ മകനാണ്. പ്രഭാകരന്റെ ഭാര്യ ലക്ഷ്മി അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പണിക്കർ മുതലാളിയോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഏക ലക്ഷ്യം. അനക്ക് ഇന്നലെ ഉണ്ടായ വെളിപാടാണ് ഇത്. ഹംസ, അനക്കറിയാവോ, ഗോപാലനാണ് കൃഷ്ണ മുതലാളിയെ കൊന്നതെങ്കിലും കുറ്റം മുഴുവൻ പ്രഭാകരന്റെ പേരിലായി. അന്ന് രാത്രി ലക്ഷ്മി എല്ലാം പറഞ്ഞു. ഇനി നീ ഇവിടെ നിന്നാൽ അപകടമാണ്. ഓസാക്ക, പോലീസിന്റെ മുമ്പിൽ നീ ഒരു കൊലയാളിയാണ്. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളൊരു വഴി പറഞ്ഞുതരാം. ഒരു ലോഞ്ച് ഇന്ന് പേർഷ്യയിലേക്ക് പോകുന്നുണ്ട്. ആരോ വരുന്നുണ്ട്, നീ വേഗം പോ.
മൂസാക്കി അറിഞ്ഞില്ലേ? പ്രഭാകരൻ കൃഷ്ണൻ മുതലാളിയെ കുത്തിക്കൊന്ന് ലക്ഷക്കണക്കിന് രൂപയായിട്ട് കടന്നു കളഞ്ഞു. ആ ബന്ധുക്കളാ. ആ അവനിവിടെ വന്നാല് മൂസാക്കി അവനോട് കേറ്റരുത്, മൂസാക്കിയും കുടുങ്ങും. മുതലാളി ഇത്രയ്ക്കും ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. തെറ്റ് തെറ്റാണെന്ന് ബോധ്യം വരുമ്പോ അത് തിരുത്താൻ തയ്യാറാകുന്നവനാണ് മനുഷ്യൻ. ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് സാർ. ശരി, എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ സ്നേഹിതന്മാരാണ്. നിങ്ങൾ ഒന്നിച്ചു നിന്നാലേ അവനെ തകർക്കാനാവും. സാറ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ്സ് അത് ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ നെറ്റിയിൽ വല്ല വീഴ്ചയും? എന്നെ വീഴ്ത്താൻ ഈശ്വരന് മാത്രമേ കഴിയൂ മിസ്റ്റർ പണിക്കർ. നമ്മുടെ ഈ പ്രായത്തിൽ കാലം നിറയാൻ മതിയല്ലോ, എന്ത് സംഭവിക്കാൻ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഊണിലും ഉറക്കത്തിലും ഞാൻ കരുതലോടെയാണ് മിസ്റ്റർ പണിക്കർ. താങ്ക് യു, താങ്ക് യു. എന്താണ് ഇന്നാൾ നീയല്ലേ അവിടെ കിടന്ന് വിലച്ചത്? എന്തുട്ടി പറയണേ? എനിക്കറിയില്ല. എന്താ കയ്യിലൊന്നുമില്ല, വേറല്ല. ഓഹോ, ഇത് പരമോന്റെ കള്ളച്ചരക്കാണല്ലേ? അയ്യോ, ഇത് കുടിക്കരുത്. ശബ്ദിച്ചു പോകരുത്. ഇന്ന് പച്ച തൊട്ടിട്ടില്ല. എന്താടാ ഒരു ഉപ്പ് രസം? പരമൂന്റെ ചരക്കും വളരെ മോശമായി തുടങ്ങി. ഇത് പരമൂന്റെ കള്ളച്ചരക്കല്ല ഇഷ്ട, എന്റെ പെണ്ണുമ്പിളയുടെ മൂത്ര പരിശോധിക്കാൻ ആശുപത്രി കൊണ്ടുപോയിരുന്നു. അത് മുഴുവൻ കുടിച്ചു തീർത്തല്ല എന്റെ ആശാനെ. കുപ്പി നിറയെ മൂത്രം എടുത്തപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞ ഇത്രയും വേണ്ടത്, തികയാതെ വന്നാലോ എന്ന് പറഞ്ഞ നിറയെ എടുത്ത് തൊച്ച തുള്ളിയില്ല. ഇനിയിപ്പൊ എന്തുട്ടാ ഞാൻ അവളോട് പറയാ? നാളെ കോട്ടയത്ത് നിന്ന് ഒരു ടാക്സിയിൽ നമ്മുടെ എതിരാളിയായ ജോർജ് ക്ലമന്റിന്റെ ആൾക്കാർ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. സാധാരണ യാത്രക്കാരെ പോലെ കിടക്കയും പെട്ടിയും കാറിന് മുകളിൽ വെച്ച് കൊട്ടിക്കൊണ്ടായിരിക്കും അവരുടെ യാത്ര. ആ കിടക്കയിലാണ് ഈയിടെ കളവ് പോയ പഞ്ചലോഹ വിഗ്രഹങ്ങളും മറ്റും ഒളിച്ചു വെച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് വിലയുള്ള ആ വസ്തുക്കൾ വിദേശങ്ങളിലേക്ക് കടത്താനുള്ള അവരുടെ പരിപാടി നിങ്ങൾ തകർക്കണം. എന്തു പറയുന്നു? ഇത് എയർപോർട്ടിലേക്കുള്ള റോഡാണ്. പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് അവരിവിടെ വെച്ച് തിരിഞ്ഞ് വിജനമായ ഈ വഴിയിലൂടെ പോകാനാണ് സാധ്യത. ഈ വഴിക്ക് 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഏർപ്പാട് ചെയ്തുണ്ടാക്കിയ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. അവിടെ കോൺസ്റ്റബിൾസിന്റെ വേഷത്തിൽ നമ്മുടെ ആൾക്കാരുണ്ടാവും. വാട്ട് അബൌട്ട് യു? ഓക്കെ സർ. ടാക്സിയിലുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ അവിടെ എത്തി ഒളിച്ചു വെച്ച വിഗ്രഹങ്ങൾ എടുത്ത് നമ്മുടെ കാറിൽ രക്ഷപ്പെടണം. ടാക്സിയിൽ എത്ര പേരുണ്ടാവും? ഭാര്യയും ഭർത്താവും ഡ്രൈവർ അടക്കം മറ്റ് 2 പേരും. കാറിന്റെ നമ്പർ എത്രയാ? KLR 6584. ആ കാർ തടഞ്ഞു നിർത്തി നിങ്ങൾ വിഗ്രഹം കൈക്കലാക്കണം. ആ സമയത്ത് പോലീസ് എസ്കാർട്സ് എന്ന പോലെ നമ്മുടെ ആളുകൾ അവിടെ എത്തും. നിങ്ങൾ വിഗ്രഹം അവർ കൈമാറണം. ഓക്കെ? ശരി സർ. താക്കോലെടുക്ക്.
എന്തിന്റെയും ക്ലൈമാക്സിൽ പണിക്കർ അവിടെ എത്താറുണ്ട് ഇല്ലേ ഹംസ? വിഗ്രഹം എടുത്ത് വണ്ടിയിൽ വെക്ക്. മുസക്ക, ആ കേറിയിരിക്കി. ക്ഷീണമൊക്കെ മാറിയോ മുസക്ക? ആ മാറി വരണ്. ഇങ്ങനെ കട തുറക്കാതിരുന്നാലോ? വെള്ളിയാഴ്ച കട തുറക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പെരുന്നാൾ അടുത്ത് വരെയല്ലേ? മൂസക്കാക്ക് ഒരു ഷർട്ടുമുണ്ടും. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിച്ചത്? ഞമ്മക്കെന്ത് പെരുന്നാള്? ഞമ്മക്കിനി ഒരേ ഒരു കാര്യമേ ചെയ്തു തീർക്കാനുള്ളൂ. എന്റെ സൈനബാബുമോടെ നിൽക്കാതെ അതുകൂടെ കഴിഞ്ഞാ ഞമ്മൾ മയ്യത്തായാലും പേടിയില്ല. ദുബായിൽ നിന്നും പറഞ്ഞു വരണ ഹറാം വ്രതന്മാർക്കൊന്നും ഞമ്മടെ മോളെ കൊടുക്കൂല. അവിടെ വലിയ ജോലിയാണെന്നൊക്കെ പറയുന്ന പഹയന്മാർക്ക് അവിടുത്തെ ഹോട്ടലിൽ ചായ വീത്ര പണിയായിരിക്കും. ഞമ്മളൊരു ചായക്കടക്കാരനാണേലും അതിന് സന്തോഷമുണ്ട്. ഏത് നല്ല തണ്ടും തടിയുള്ള ഒരു പുയ്യാപ്പിളേനെ ഞമ്മക്ക് കണ്ടുപിടിക്കണം. എന്നെ പോലെ ഒരുത്തനെ കണ്ടുപിടിച്ചാൽ മതിയോ? ആ, നിന്നെ പോലെ ഒരുത്തനെ കിട്ടാൻ ഞമ്മൾ രക്ഷപ്പെട്ടു. ആ, നീ ധൃതി പിടിച്ച് എവിടെ പോണു? വർക്ക്ഷോപ്പിൽ പോകാൻ സമയമായി. വാപ്പ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഒന്നും വേണ്ടാത്ത? ഹംസക്ക അല്ലാതെ മറ്റൊരു കെട്ടിയവൻ എനിക്കുണ്ടാവില്ല. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയത്. ബാപ്പ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് എന്റെ നിക്കാഹ് തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നിന്നെ ആരെങ്കിലും നിക്കാഹ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ധൈര്യമായിരിക്കും. എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഹംസക്ക കേൾക്കുവോ? പറയും. ഇനി മുതല് കപ്പലിലൊന്നും പോകരുത്. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നുണ്ണ. ഞാൻ നെയ്ച്ചോറുണ്ടാക്കുന്നുണ്ട്. ശരി. ഹംസയോ, നാളെ നീ ബോട്ടിൽ കൊല്ലം കടപ്പുറം വരെ പോണം. എന്താ മിണ്ടാത്തത്? ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കിപ്പോ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഇങ്ങനെ പെട്ടെന്ന് തോന്നാനുള്ള കാരണം? കാരണമൊന്നുമില്ല. എനിക്ക് തൊഴിൽ മതിയായി. നിന്റെ ഈ മാനസാന്തരത്തിന് പിന്നിൽ എന്തോ അപകടം പതിയിരിക്കുന്നുണ്ടെന്നൊരു തോന്നൽ. എന്താണെന്ന് എന്നോട് പറയും. ഒന്നുമില്ല. ഇല്ല, നീ എന്നെ വിട്ടു പോകാൻ പാടില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഹംസയ്ക്കൊന്നും വേണ്ട മുതലാളി. മാനമായി ജീവിക്കാനുള്ള ഒരു തൊഴിലുണ്ട്. മുതലാളി ഇനി ഒന്നിനും എന്നെ വിളിക്കരുത്. ഞാൻ പോകുന്നു. നിന്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ലേ? ഇല്ല. എന്നെ വിട്ടുപോയിട്ടുള്ളവരാരും ഇനി അധികകാലം ജീവിച്ചിട്ടില്ലെന്നറിയാമല്ലോ. അറിയാം. പക്ഷേ മൂർഖൻ പാമ്പിന്റെ കൂട്ടിൽ കിടന്ന് വളർന്ന അണലിയാണ് ഹംസ. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത്. ഹംസ വിചാരിച്ചാൽ KRG പണിക്കരുടെ തനി രൂപം അങ്ങാടി പിള്ളേര് വിളിച്ചു കൂവും. ഹംസ!
ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ വേണ്ടത് തെളിവുകളാണ്. ഫോട്ടോ കീറിക്കളഞ്ഞതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്നായിരിക്കും. അതിന്റെ നെഗറ്റീവ് എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 1000 കോപ്പികൾ ഇനിയും എടുക്കാം. വേണ്ട, അയാളെ കൊല്ലണ്ട. നല്ല ആളാ. എന്ത് നെയ്ച്ചോറ് കഴിക്കാൻ വരാഞ്ഞത്? അത് കാരണം ഞാനും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. നെയ്ച്ചോറും കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അംസക്ക എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു പനി പോലെ. തീ പോലെ പൊള്ളുന്നുണ്ട്. എന്ത് വന്നാലും അംസക്ക ആരെയും കാണിക്കില്ല. കണ്ടോ, നമ്മുടെ നിക്കാതെ കഴിയട്ടെ, ഞാൻ വരച്ച വരയിൽ നിർത്തും. അംസക്ക നെയ്ച്ചോറ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട സിനിമ. അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും കഴിക്കണം. വാ തുറക്കൂ. ഞാൻ കഴിച്ചോളാം, നീ പൊയ്ക്കോളൂ. പാപ്പ അന്വേഷിക്കില്ലേ? എന്നെ പറഞ്ഞുവിടാൻ ധൃതിയായോ? ഞാൻ പോയി ചുക്കും കുരുമുളകും ഇട്ട് ചായ തിളപ്പിച്ചുകൊണ്ടുവരാം. ഞാനൊരു കൊലയാളിയാണ്. കൊല ചെയ്യാതെ, ഒരു കുറ്റവും ചെയ്യാതെ ഞാൻ കൊലയാളിയായി. പണിക്കരുടെ അടുത്ത ഫോട്ടോ എടുത്തൊരു കാലം എന്റെ ജീവൻ അപകടത്തിലാണ്. അടുത്ത ആഴ്ച രവിയുടെ പിറന്നാളാണ്. പിറന്നാളിനെങ്കിലും അവനോടൊപ്പം ഇരുന്ന് നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? രവിയുടെ പിറന്നാളല്ലേ, അതെല്ലാ വർഷവും വരുന്നതല്ലേ? നിങ്ങൾ അവനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. എനിക്ക് അവനെയും കൂട്ടി അമ്പലത്തിൽ പോയെന്ന് തൊഴണം. ശരി, ഞാൻ അവനോട് പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കും വേണം. രവി, നമ്മൾ തമ്മിലുള്ള ബന്ധം ഓഫീസിൽ അറിഞ്ഞാൽ, പ്രത്യേകിച്ചും പ്രഭു സാർ വലിയ ദേഷ്യക്കാരനാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. മണ്ടി പെണ്ണെ, നിന്നോട് ഞാൻ രഹസ്യം പറയട്ടെ. ബോധം കെട്ട് വീഴരുത്. കളിയാക്കാതെ പറയൂ രവി. അത്ര ധൈര്യമാണെങ്കിൽ കേട്ടോളൂ. നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്ന പ്രഭു സാർ എന്റെ ഡാഡിയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനാണ് ഈ വേഷമെല്ലാം കിട്ടുന്നത്? എന്നായാലും നീ ഇതെല്ലാം അറിയാനുള്ളതല്ലേ, ധൃതി പിടിക്കാതെ. കമാൺ. വരൂ, ഊണ് കഴിക്കാം. എനിക്ക് വേണ്ട. എന്താ, സുഖമില്ലേ? ഒന്നുമില്ല.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ചെയർമാൻ സാർ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. Take this down. It is found that you are irregular in office work and indifferent towards your subordinates and superiors. So we hereby inform you that your services are terminated as from today. You may contact the accounts department and settle your accounts as per rule. സാർ, ആർക്കാണ് അഡ്രസ് ചെയ്യേണ്ടത്? Miss P.R. Usha, Lakshmi Bhavan, Chittoor Road, Cochin 11. സാർ, വേഗം ടൈപ്പ് ചെയ്ത് കൊണ്ടുവരൂ. സാർ, ഞാൻ ചെയ്ത തെറ്റെന്താണ്? പറയൂ സാർ. തെറ്റ് ചെയ്യുന്നവർക്കല്ല അത് മനസ്സിലാകുന്നത്, അത് കണ്ടു നിൽക്കുന്നവർക്കാണ്. യു ക്യാൻ ഗോ. സാർ, എന്താ പാപ്പ? സാർ അറിഞ്ഞില്ലേ, ഉഷയെ പ്രൊഫസർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഉഷ എന്തിനാ കരയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു രവിട്ട? തെറ്റ് ചെയ്തത് ഞാനാണ്. ഉഷയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ കാരണം എനിക്കറിയാം. ആരെതിർത്താലും അതിനെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രം മതി. രവിട്ട, ഈ ജന്മം നീ എന്റെ ഭാര്യയായിരിക്കും, തീർച്ച. അച്ഛൻ വരുന്നു. ആരാ മോളെ? മനസ്സിലായില്ല. ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ മാനേജറാണ് അച്ഛാ. സാറേ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സമരം ചെയ്യുന്ന കാലമല്ലേ ഇത്? എന്നിട്ട് എന്റെ മോളെ തിരിച്ചെടുക്കണമെന്ന് പറയാൻ ഒരു യൂണിയനും ഇല്ല, നേതാവുമില്ല. അത് സാറെന്താ ഒന്നും മിണ്ടാത്തത്? ഉഷയെ എത്രയും വേഗം തിരിച്ചെടുക്കും. നേരാണോ സാറ് പറയുന്നത്? അതെ, എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. മറ്റേ ശരി, സാറ് വേണ്ടതുപോലെയൊക്കെ ചെയ്തോളണം. ഓഹോ, ഓഫീസിലെ പ്രേമം ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയോ? വിക്രമ, നീ എന്താടാ പറഞ്ഞത്? കണ്ടത് പറഞ്ഞു. അപ്പൊ അമ്മാവന് കാര്യമൊന്നും മനസ്സിലായില്ലേ? ഈ പോയവനും മോളും തമ്മിൽ പ്രേമത്തിലാണ്. അതറിഞ്ഞിട്ടാ പ്രൊഫസർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. നേരാണോ നീ പറയുന്നത്? അല്ല, കള്ളം. മോളോട് ചോദിച്ചു നോക്ക്. എടി ഉഷേ, നീ എന്റെ മാനം കെടുത്തില്ലോടി. അന്ധകരണമൊന്നും കാണിക്കില്ല, സാക്ഷി പറയാനൊന്നും എന്നെ കിട്ടൂല. ഡാഡി, ഉഷയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിനാണ്. അത് ചോദിക്കാനാണോ എന്റെ മകൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്? എനിക്കതറിയണം. ഒരു കാരണവുമില്ലാതെ ഒരു കമ്പനിയിൽ നിന്നും ആരെയും പിരിച്ചുവിടില്ല. അതെനിക്കറിയാം. എങ്കിൽ ഈ ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ. ഞങ്ങൾ സ്നേഹിച്ചത് ഉഷയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ മാത്രം വലിയൊരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നി. പക്ഷേ ആ പാവപ്പെട്ട പെണ്ണിന് പകരം നിന്നെയാണ് ഞാൻ പിരിച്ചുവിടേണ്ടിയിരുന്നത്. എങ്കിൽ അതിന് കുറെ കൂടെ ന്യായമുണ്ടായേനെ. നിന്റെ അച്ഛനെ കൊലയാളിയാക്കിയവനോട് പ്രതികാരം ചെയ്യാനാണ് നമ്മൾ ഈ വേഷമെല്ലാം കെട്ടിയത്. ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ എല്ലാം മറന്നു. നിന്റെ അച്ഛനോടും നിന്റെ അമ്മയോടുമുള്ള എല്ലാ കടപ്പാടുകളും നീ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അവളെ വിവാഹം കഴിക്കും. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതി. എന്റെ വിവാഹം തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. മോനെ, അച്ഛൻ പറയുന്ന കേക്ക് മോനെ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടരുത്. സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന പ്രായം. ഞാനും ഈ പ്രായം കടന്നാണടാ വന്നത്. എങ്കിൽ ഡാഡി ബന്ധത്തെ എതിർക്കില്ലായിരുന്നു. ഞാൻ എതിർക്കും. ഈ വിവാഹം നടക്കില്ല. കാരണം
എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് സ്വാർത്ഥതയാണ്. മകൻ അവന്റേതായ ആഗ്രഹങ്ങൾ പാടില്ലെന്ന് പറയുന്ന സ്വാർത്ഥനായ മനുഷ്യനാണ് ഡാഡി. യു റാസ്കൽ! നമ്മൾ വിളിച്ചാൽ അവൻ വരില്ല. നമ്മളിൽ നിന്നും അവൻ വളരെ അകന്നു പോയി. നിങ്ങളെ കല്യാണം കഴിക്കോ അതോ വെറുതെ ഒരു തമാശയ്ക്ക് അവളെ? ഹംസേ, എനിക്ക് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരാം. പക്ഷെ ഡാഡി... നിനക്ക് ഡാഡിയെ വേണോ ഉഷയെ വേണോ? അതാദ്യം പറ. ഡാഡിയുടെയും മമ്മിയുടെയും ആശീർവാദത്തോടു കൂടി ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഉഷയെ വിവാഹം ചെയ്യണമെന്നാണ്. അമ്പലവും പള്ളിയും ഒന്നും ഇല്ലേലും അത്യാവശ്യക്കാർക്ക് വിവാഹം കഴിക്കാനാണ് സർക്കാർ രജിസ്റ്റർ ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. അറിയാവോ? മമ്മിയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. എടാ, വഴുക പോലെ വളയുന്ന നട്ടലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ പ്രേമം. അതൊക്കെ നല്ല തന്റെ ഇടയിൽക്കുള്ള. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോനെ രവി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. മോൻ വിഷമിക്കണ്ട. നമ്മൾ പ്രഭാകരനോട് പോയി പറഞ്ഞ് എല്ലാം ശരിപ്പെടുത്തിക്കോളാം. ഡാഡി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ പ്രഭാകരൻ കേട്ടു. ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞോരാ. രവിയോട് നാളെ ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. നാളെ അവന്റെ പിറന്നാളല്ലേ? ഇല്ല, അവൻ വരില്ല. എന്നെ ധിക്കരിച്ചാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവന്റെ അറിവുകേട് കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ നമ്മളല്ലേ അത് ക്ഷമിക്കേണ്ടത്? ശരി, നിന്റെ ആഗ്രഹം നടക്കാതിരിക്കണ്ട. ഞാൻ പറയാം. രവിയുടെ അച്ഛൻ പറയുന്നത് ശരിയാണ്. പണക്കാരനായ ഒരാൾ തന്റെ മകൻ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പണം. എനിക്ക് എന്റേതായ വഴികളും തീരുമാനങ്ങളുണ്ട്. ഉഷയെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ബാപ്പ അറിഞ്ഞില്ല മോളെ. എന്റെ മോടെ സുഖവും സന്തോഷവും അല്ലാണ്ട് അതിലും വലുതായിട്ട് ബാപ്പയ്ക്ക് എന്താ വേണ്ടത്? ഹംസ പുരയിലുണ്ടോ നോക്കട്ടെ. ആ, നിന്നെ നോക്കി വരികയായിരുന്നു ഞമ്മള്. എന്തിനാ? പുരയിലേക്ക് കയറി മോനെ. മോനെ ഹംസ, മോനെ നമ്മുടെ മോളെ കെട്ടാൻ ഇഷ്ടമാണ്. ഒന്നും മറച്ചു വെക്കണ്ട. സൈനബാനെ കെട്ടാൻ നിനക്ക് ഇഷ്ടമാണ്. മൂസക്ക, സൈനബെ ഞാനും എനിക്ക് അവളെ ഇഷ്ടമാണ്. മതി, ഞമ്മക്ക് അത് കേട്ടാ മതി. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റൂല. അടുത്ത പെരുന്നാളിന് മുമ്പ് നമ്മുടെ മോടെ നിക്കാതെ നടത്തണം. ഗെറ്റ് മീ ഗാർലിക് ബ്രദേഴ്സ് മദ്രാസ്. ഹലോ, രവി സ്പീക്കിംഗ്. അമ്മയോ? നാളെ നിന്റെ പിറന്നാളല്ലേ? നീ വീട്ടിൽ വരണം. നമുക്ക് ഒന്നിച്ചിരുന്ന് വേണം ഊണ് കഴിക്കാൻ. ഇല്ല, അമ്മയെ നിർബന്ധിക്കരുത്. ഞാൻ വീട്ടിലേക്ക് വരില്ല. മോനെ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് കാര്യമാക്കരുത്. വീട്ടിൽ വന്നില്ലെങ്കിൽ വേണ്ട, അമ്പലത്തിലെങ്കിലും വരണം. എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു മോനെ. ശരി അമ്മേ, ഞാൻ അമ്പലത്തിൽ വരാം. ഇതാണമ്മേ ഉഷ. അമ്മേ, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാം നേരെയാവും. ഇവരച്ഛനും മോനും വാശിക്കാരാണല്ലോ. കുറച്ചു കഴിയുമ്പോ എല്ലാം ശരിയാവും. മോനെ, നീ അച്ഛനോട് കരുത്ത് സംസാരിക്കരുത്.
അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. എല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വരും മോളെ. ഡ്രൈവർ, വണ്ടി വിട്. പെട്ടിക്കാൽ കൊണ്ടിന്ന് വെച്ചേക്ക്. പ്രഭാര, ഞമ്മള് പ്രഭാകരനോടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. എന്താണെന്ന് എനിക്കറിയാം. ഞാനും കുടുംബവും ഈ നാട്ടിൽ വന്ന എന്റെ ഉദ്ദേശം മൂസയ്ക്ക് അറിയാമല്ലോ. ഞമ്മക്കത് നന്നായിട്ടറിയാം. എങ്കിൽ രവിയുടെ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓന് ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ. ഈ വിവാഹം നടന്നാൽ ഞാൻ ആരാണെന്ന് രഹസ്യം പുറത്തു വരും. അതൊന്നും ഉണ്ടാവില്ലപ്പാ. രവി പ്രഭാകരന്റെ മോനല്ലേ, അവനത്ര മന്ത്രനൊന്നും അല്ല. ഇനി ഒന്നും ആലോചിക്കണ്ട. ഇന്ന് തന്നെ ഉഷയുടെ അച്ഛനെ കണ്ട് പറഞ്ഞുറപ്പിക്കണം. ശരി, മൂസക്ക പറഞ്ഞതല്ലേ, ഞാൻ പോകാം. ആ, എന്താ? രവി സാറ് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോഴും ഈ രാത്രി? ആ, ഔട്ട് ഹൗസിലേക്ക് അല്ലാന്നാ പറഞ്ഞത്. ഔട്ട് ഹൗസിലേക്കോ? അതെ. അച്ഛൻ പുറത്തു പോയിരിക്കുകയാണ്. അച്ഛൻ വരുമ്പോ ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാം. ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ രവി സാറ് പറഞ്ഞത്. ഇല്ല, രാത്രി ഒറ്റയ്ക്ക് ഞാൻ വരില്ല. ഒറ്റയ്ക്ക് വരണമെന്നാ പറഞ്ഞത്. അച്ഛനും മറ്റാരും അറിയാതെ. നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ? ഉഷ പുറത്തു പോയിരിക്കാണ്. ഉഷയുടെ അച്ഛനില്ലേ ഇവിടെ? രണ്ടുപേരും കൂടിയാ പോയത്. വരുമ്പോ പ്രഭു എന്നൊരാൾ വന്നതായി പറയൂ. ശരി, ഓക്കെ. പേടിക്കണ്ട, ഉഷ പ്രഭു സാറിന്റെ കാറിന്റെ ഡിക്കിയിൽ സുഖമായി ഉറങ്ങുന്നു. കൊലപാതകം കാറിന്റെ ഡിക്കിയിലോ? കാറൊന്ന് പരിശോധിക്കണം. ബൈ ഓൾ മീൻസ്. ഇൻസ്പെക്ടർ, യു കം ടു സ്റ്റേഷൻ. എന്ത്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നോ? എന്തിന്? കൊലക്കുറ്റത്ത്. കൊച്ചമ്മേ, കൊച്ചമ്മേ, കൊച്ചമ്മേ! അല്ല, എന്തുണ്ടായി? ഫോണ് പിടിച്ചോണ്ട് നിന്നതാ. ഒന്ന് പിടിച്ചേ, വേഗം ആശുപത്രിയിൽ എത്തിക്കാം. ഉഷയെ കൊന്ന കുറ്റത്തിന് പ്രൊഫസറിനെ അറസ്റ്റ് ചെയ്തു. രവിയുടെ അമ്മ ആശുപത്രിയിലാണ്. മൂസക്കയാണ് കൊണ്ടുപോയത്.
ഇവിടെ വന്നാൽ ആപത്താണ്. ഇതിന്റെ പിന്നിൽ പണിക്കരുടെ കൈകളാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രഭു സാറിന് ഉടനെ ജാമ്യത്തിലെടുക്കണം. മിസ്റ്റർ പ്രഭു ലോക്കപ്പിലുണ്ട്. മോനെ, മോനെ, നിന്റെ മുഖത്ത് നോക്കാൻ പോലും ഞാൻ അശക്തനാണ്. ഒരു പക്ഷേ നീ കൂടി എന്നെ തെറ്റിദ്ധരിച്ചേക്കാം. നിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്ക് ലോകത്തൊന്നും നേടാനില്ല. നിന്റെ സുഖവും സന്തോഷവുമാണ് എന്റെ ജീവിത ലക്ഷ്യം. ഉഷയെ ഞാനാണ് കൊന്നതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൾ ആരാണെന്നും എന്താണെന്നും അറിയാതെ ധൃതി പിടിച്ചൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് ഞാൻ ഈ വിവാഹത്തെ എതിർത്തത്. ലക്ഷ്യത്തിൽ നിന്നും വഴുതി വീഴുന്ന നിന്റെ ദൗർബല്യത്തെയാണ് ഞാൻ എതിർത്തത്, അല്ലാതെ നീ ഉഷയുമായിട്ടുള്ള വിവാഹത്തെയല്ല. നിന്റെ വിവാഹം ഉറപ്പിക്കാൻ ഉഷയുടെ അച്ഛനുമായി സംസാരിക്കാൻ ചെന്ന എന്നെ ചതിച്ചതാരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മോനെ, നിന്റെ അമ്മ ഇതറിഞ്ഞാൽ... അമ്മ ആശുപത്രിയിലാണ്. ലക്ഷ്മിക്ക് എന്ത് പറ്റി മോനെ? ഡാഡിയെ അറസ്റ്റ് ചെയ്ത് വിവരം അറിഞ്ഞ ഉടനെ അമ്മ ബോധം കെട്ട് വീണു. മൂസാക്കയാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. മോനെ, എനിക്കുടനെ അവളെ കാണണം. അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ പ്രഭുവിന് ഇന്ന് തന്നെ ലക്ഷ്മി കാണാം. താങ്ക് യു വെരി മച്ച്. സിസ്റ്റർ, ഈ ബെഡിൽ കിടന്ന പേഷ്യന്റ് അവര് സ്വന്തക്കാരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മി കടത്തിക്കൊണ്ടുപോയത് അവനായിരിക്കും, ഗോപാലൻ. മിസ്റ്റർ പ്രഭു, ഹംസക്ക, സൈനബെ മൂസാക്കം പിടിച്ചോണ്ടുപോയി. ആര്? ആ പണിക്കയുടെ ഗുണ്ടകളെന്നാ തോന്നുന്നത്. ഏത് നിമിഷവും നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം. എന്റെ വിശ്വസ്തന്മാരിൽ ഒരാളായിരുന്നു നീ. എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യാമോ? ഇന്ന് വരെ പറഞ്ഞതൊന്നും ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ അത്ര മണ്ടനാണെന്ന് നീ വിചാരിച്ചു അല്ലേ? ഇനി ഇതിൽ ഒരു ഉണ്ട കൂടി ബാക്കിയുണ്ട്. നീ എന്നോട് പറഞ്ഞു നിനക്ക് അമ്മയില്ലെന്ന്. ഈ സ്ത്രീ ആരാണ്? നീ എന്നിൽ നിന്ന് മറച്ചു പിടിച്ച എന്തിനാണെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. നിന്റെ അമ്മയെ എനിക്കറിയാം, ഈ ലക്ഷ്മി. നിന്നെ വിശ്വസിച്ച് പല രഹസ്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് നീ മാത്രമല്ല, നിന്റെ അമ്മയും നീ ഈ സമയത്ത് വന്നത് നന്നായി. നിന്റെ സ്നേഹത്തിനെ സൂക്ഷിച്ചോ. പണിക്കർ, പോകുന്നത് കൊള്ളാം. ആ പെട്ടി ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. ഓ, മനസ്സിലായി. നിനക്ക് ഞാൻ എന്തെങ്കിലും തരണമല്ലോ. ജീവൻ ബലി കൊടുക്കേണ്ട പല സന്ദർഭങ്ങളെയും അതിജീവിച്ച്
ഞാൻ എന്റെ സ്വന്തം മെടുക്കുകൊണ്ട് നേടിയതാണ് ഈ പെട്ടിയിലുള്ളത്. മിസ്റ്റർ KRG പണിക്കർ. ഹംസയെ ബലിയാടാക്കി നിങ്ങൾ ഇതുവരെ മുതലെടുക്കായിരുന്നു അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തതിന്റെ പിന്നിൽ എനിക്ക് നല്ലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്തിലും മനുഷ്യൻ വേദനിച്ച് എത്ര സന്ദർഭങ്ങൾ. നെയ്യും ഇവനും കൂട്ടുചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇവരെ വിട്ട് വേഗം വീട്ടിലേക്ക് പോകും. ഞങ്ങളിപ്പോ വന്നേക്കാം. കമോൺ ടെലി. ആൾക്കാർ എന്റെ പുറകെ വരുന്നുണ്ട്. നമ്മൾ ഉടനെ രക്ഷപ്പെടും. ഡോണ്ട് വറി, മേ യഹാ ഹൂം. അതേടാ, നീ മരിച്ചെന്ന് വിചാരിച്ച പ്രഭാകരൻ, നിന്റെ കമ്പനിയുടെ ചെയർമാൻ പ്രഭു. നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണടാ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്.
രവി രവി ആദർശധീരനായ ഹംസ ഇനിയവൻ ജീവിക്കുന്നു ഓർമ്മകളിൽ മാത്രം. വെൽ ഡൺ മൈ ഡിയർ ബോയ്, വെൽ ഡൺ. നീ എന്റെ പ്രതിജ്ഞ നിറവേറ്റിടാ മോനെ.